ദേശീയ പാർട്ടി പദവി CPIM-ന് നഷ്ടമായേക്കും. 11 പേരെങ്കിലും 3 സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിലേക്ക് ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ, വോട്ട് ശതമാനം ഉയർത്തിയില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി CPIM-ന്റെ കയ്യിൽ നിന്നും പോകും. ദേശീയ പാർട്ടി പദവിക്കുള്ള മാനദണ്ഡങ്ങൾ ഇവയാണ്. പ്രധാനമായും 3 വിധ പരിഗണനകളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന വിധേയമാക്കുന്നത്. 1. കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും 6% വോട്ടും 4 MP-മാരും ഉണ്ടാവണം. രണ്ടാമത്തേത് 3 സംസ്ഥാനങ്ങളിലെങ്കിലും ലോക്സഭയിലേക്ക് 2% വോട്ടുറപ്പിച്ച് 11 MP-മാരെ വേണം. മൂന്നാമത്തേത് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടാകണം. നിലവിൽ കേരളം, തമിഴ്നാട്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട് CPM-ന്. 2019 71 സീറ്റിൽ മത്സരിച്ച CPIM-ന് കിട്ടിയത് വെറും 3 സീറ്റ് മാത്രമായിരുന്നു. 2% വോട്ടുറപ്പിക്കും വിധം 3 സംസ്ഥാനങ്ങളിൽ നിന്നും 11 MP-മാരെ എങ്കിലും ജയിപ്പിച്ചെടുക്കണം. ഇതാണ് CPIM-ന്റെ ഭാരിച്ച സ്വപ്നം. കേരളത്തിൽ ചുരുങ്ങിയത് 8 സീറ്റെങ്കിലും ഇല്ലെങ്കിൽ കാര്യങ്ങൾ CPM-ന്റെ കയ്യിൽ നിന്നും പോകും. പ്രധാനമായും ചിഹ്നം. കാലങ്ങളായി കൊണ്ടു നടക്കുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രമെന്ന ചിഹ്നം പോയാൽ പിന്നെ ബിരിയാണി ചെമ്പോ സോളാർ പാനലോ ഡോളറോ ഒക്കെയാവാം ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ ചിഹ്നം. പിന്നെ പോളിറ്റ് ബ്യൂറോ വേണ്ട, സീതാറാം യെച്ചൂരി വേണ്ട. കേരള ഹൗസിൽ ചാർജ് കിട്ടിയാൽ സമ്പത്ത് കാര്യങ്ങൾ നോക്കിക്കൊള്ളും. കേന്ദ്ര കമ്മിറ്റി ചിലവ് ലാഭം. CPM-ന് പിന്നെ സംസ്ഥാന കമ്മിറ്റി മാത്രം.